പല പല പുലികളും മുതലകളും വലിയ വലിയ അനക്കോണ്ടകളും ഒക്കെ തക്കം കിട്ടിയ നിങ്ങളെ അകത്താക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഷാർപ്പായിരിക്കണം. നിങ്ങളുടെ ആ ഗില്ലി സൂട്ട് പോലത്തെ തൊലിയൊക്കെ കൃത്യമായി ഉപയോഗിക്കുക, അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അങ്ങോട്ട് നോക്കൂ, ഒരു മുതല. വലുപ്പം കണ്ടിട്ട് ഒരു മുതല കുഞ്ഞാണെന്ന് തോന്നുന്നു. കുഞ്ഞാണെങ്കിലും സംഭവം റിസ്ക്കുള്ള പരിപാടി തന്നെയാണ്. നിങ്ങൾ കുറച്ചു നേരം അതിനെപ്പറ്റി ചിന്തിക്കുന്നു, നിങ്ങളുടെ നീക്കങ്ങളെല്ലാം ഒന്ന് കണക്കുകൂട്ടി നോക്കുന്നു. ഈ വേട്ടയെ നിങ്ങളുടെ കരിയറിലെ ആദ്യത്തെ വലിയൊരു ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് എടുക്കണോ വേണ്ടയോ? എടുത്തേക്കാം എന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുന്നു. കാരണം എത്ര നാളെന്ന് വെച്ചാൽ ഈ എലിയെയും പല്ലിയെയും ഒക്കെ പിടിച്ച് നടക്കുക. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം നിങ്ങൾ ആ വെള്ളത്തിലൂടെ മന്ദം മന്ദം ഇരയുടെ അടുത്തേക്ക് നീങ്ങുന്നു. നിങ്ങൾ നിങ്ങളുടെ മസിലുകളൊക്കെ മുറുക്കി പിടിച്ച് ആക്രമണത്തിനായി റെഡിയായി നിൽക്കുന്നു. ശേഷം ഒറ്റച്ചാട്ടം. സംഭവം നമ്മൾ വിചാരിച്ചത്ര ടഫൊന്നുമായിരുന്നില്ല. അപ്പോൾ കരിയറിലെ ആദ്യത്തെ വലിയ ടെസ്റ്റ് നിങ്ങൾ പാസ്സായിരിക്കുന്നു. പക്ഷെ വല്ലാതെ അഹങ്കരിക്കേണ്ട, കാരണം എല്ലാ ദിവസവും ഇതുപോലെ ആയിരിക്കില്ല. വിജയങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ചില പരാജയങ്ങളും നേരിടേണ്ടി വരും. എന്തെന്നാൽ എല്ലാ ഇരകളും ഇന്നത്തെ പോലെ ആകില്ല. ചില ഇരകൾ അത്യാവശ്യം മുറ്റായിരിക്കും. അന്നൊരു ദിവസം നിങ്ങൾ പിടിക്കാൻ ശ്രമിച്ച ആ കാപ്പിബാറെ പോലെ, അതെ, അവൻ ആള് കുറച്ച് സീനായിരുന്നു. എന്തായാലും അത് വിടാം, ഓർത്തുകൊണ്ടിരുന്നാൽ സങ്കടം വരും. പക്ഷെ ആനന്ദകരമായ കാര്യം എന്തെന്നാൽ നിങ്ങൾ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഭോജനത്തിനും ശേഷവും നിങ്ങൾ കൂടുതൽ വലിയവനും ശക്തനും കൂടുതൽ തന്ത്രശാലിയുമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളർന്നു നിങ്ങൾ പൂർണ്ണമായും ഒരു യുവാവായി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കാടിനെ പണ്ടത്തെ അത്ര പേടിയൊന്നും തോന്നില്ല. സംഭവം ശരിയാണ്, പ്രശ്നക്കാർ ഇപ്പോഴും അവിടെ കൂടി ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്കൊരു വിഷയമല്ല. കാരണം കാട് പഴയ കാടായിരിക്കും, പക്ഷെ ബിലാൽ അനക്കൊണ്ട പഴയ അനക്കൊണ്ടയല്ല. മുരുക പാട്ട് കിടുക.